സ്മിതാസ് സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ. എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ ഓണാശംസകൾ. ഇന്ന് ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവമായ ശർക്കര വരട്ടിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1.5 കിലോ പച്ചക്കായാണ് അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലെയും താഴത്തെയും ഭാഗം കുറച്ച് കട്ട് ചെയ്ത് നെടുകെ നീളത്തിൽ വരഞ്ഞ് ഇങ്ങനെ തൊലി കളഞ്ഞെടുത്താൽ മതി. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയാൽ കയ്യിൽ കറ പിടിക്കുന്നത് ഒഴിവാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഈ തൊലി കളഞ്ഞ ഏത്തക്കായ അതിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/4 മണിക്കൂർ അങ്ങനെ ഇട്ട് വെച്ചാൽ അതിൻ്റെ കറയും ഒക്കെ നന്നായി പോയി കിട്ടും. പണ്ടൊക്കെ ഈ കായൻ്റെ തൊലി കൊണ്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നന്നായി കൈകൊണ്ട് ഉരച്ച് കഴുകിയെടുക്കാം. അതിന് കറയൊക്കെ ഉണ്ടെങ്കിലൊന്ന് നന്നായി ഉരച്ച് കഴുകിയാൽ പോയി കിട്ടും. എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെക്കാം. അതിൽ തന്നെ വെള്ളത്തിൻ്റെ മറ്റോ ബാക്കിയുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുക്കാം. എന്നിട്ട് നീളത്തിൽ കുറുകെ മുറിച്ചിട്ട് ചെറിയ പീസസായി കട്ട് ചെയ്യാം. കാരണം ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചോളം കട്ടി വേണ്ട, അങ്ങനെ കട്ട് ചെയ്യാം. ഒരേപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപോലെ ഫ്രൈ ആയി കിട്ടില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇത് വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കുന്നതാണ് നല്ലത് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ. എണ്ണ നല്ലോണം ചൂടായ ശേഷമാണ് കായ കഷ്ണങ്ങൾ അതിലിടേണ്ടത്. ഇടുന്ന സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാവുന്നതാണ്. ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഈ കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. 1/2 ഇഞ്ച് കനം വേണ്ട, അത് കുറച്ച് കുറവ്. നമ്മൾ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തീ ഒരു സിമ്മ് ടു മീഡിയം ആ ലെവലിൽ വെച്ചിട്ട് വേണം ഇത് വറുത്ത് പാകമാക്കാൻ. കാരണം ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം വേഗം അങ്ങ് ഫ്രൈ ആയിട്ട് കളറ് മാറും, പക്ഷേ ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ശർക്കര വരട്ടി അങ്ങനെ ശരിയാകത്തില്ല. ഈ ശർക്കര വരട്ടി ചെറിയവർക്കും ചെറിയ മക്കൾക്കും അതുപോലെ പ്രായമായവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിൽ ഈ ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതലായി വേണ്ടൂ. ഈ കായ കഷ്ണങ്ങൾ പാകത്തിന് വറുത്തെടുക്കുന്ന സമയം. കാരണം സിം ടു മീഡിയത്തിൽ വെച്ച് വറുക്കുന്നതുകൊണ്ട് ഇത് ഏകദേശം തന്നെ പാകമായി വന്ന് ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് അരിച്ചിടാം. അത് പാകമായ സൗണ്ട് കേട്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് ബാക്കി ഉള്ള കായ കഷ്ണങ്ങളൊക്കെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് ഇടാം. പിന്നെ ഈ കായ കഷ്ണങ്ങൾ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ബാക്കി പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. 1.5 കിലോ പച്ചക്കായ്ക്ക് 250 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത്. അത് നമ്മൾക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് പാനിയാക്കാൻ വെക്കാം. ഈ ശർക്കര പാനിയാക്കാൻ വെക്കുന്ന സമയം തന്നെ നമുക്ക് 1.5 ടീസ്പൂൺ ചുക്കുപൊടി, ജീരകപ്പൊടി 1 ടീസ്പൂണ്, ഏലക്കായപ്പൊടി 1/2 ടീസ്പൂൺ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ശർക്കര ഉരുകുന്ന സമയം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് വെക്കേണ്ടത്. ശർക്കര ഏകദേശം പാകമായി അലിഞ്ഞ് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ മാറിക്കോളും. ഈ അരിച്ച ശർക്കര പാനി നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് കുറച്ച് കുറുക്കിയെടുക്കണം. ഞാൻ ആദ്യം ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് അധികം പോലെ തോന്നിയ വെള്ളം ശർക്കരപ്പാനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഇത് നന്നായി തിളക്കണം. ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചുക്കുപൊടിയും ജീരകപ്പൊടി ഏലക്കാപ്പൊടിയും ഒക്കെ ഇല്ലേ, അതിൽ പകുതി പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി തിളക്കട്ടെ.
കുറച്ചും കൂടി കുറുകണം. ഇതൊരു നമ്മളെ ഒറ്റനൂൽ പരുവമില്ലേ, അതാവുന്നു. ആ സമയത്താണ് നമ്മൾ ഇതിൽ ഏത്തക്ക ഇടുക. കണ്ട, ഇതാണ് പാകം. ഇത് ഒറ്റനൂൽ കണ്ട ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് വറുത്ത് വെച്ച കായ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ സിമ്മിൽ വെക്കണേ, തീ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ശർക്കരപ്പാനി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. കാരണം ഈ ശർക്കരപ്പാനി കായ കഷ്ണങ്ങളിലൊക്കെ നന്നായി പുരണ്ട് വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. സ്റ്റിക്കി ആയതുകൊണ്ട് കുറച്ച് പണിയുണ്ടാവും, എന്നാലും ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നേരത്തെ ബാക്കി വെച്ച പൊടിയുണ്ടല്ലോ, നമ്മളെ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ജീരകപ്പൊടിൻ്റെ ആ മിക്സ്, ആ ബാക്കിയുള്ള പൊടി നമ്മൾ ഇപ്പോഴാണ് ഇതിലേക്ക് ഇടുന്നത്. അതിനുശേഷം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിമും ഓഫ് ചെയ്യാം. കായ കഷ്ണങ്ങൾ പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വറുത്ത അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് വെച്ചാൽ ഇത് ഓരോ കായ കഷ്ണങ്ങളും ഒട്ടിപ്പിടിക്കാതെ വേറെ ആയി കിട്ടാൻ വേണ്ടിയാണ്. ഈ ഫോം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് തണുത്ത് കഴിയുമ്പോൾ ഓരോ കായ കഷ്ണം വേറെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയതാണ്. നമ്മുടെ ശർക്കര വരട്ടി തയ്യാറായി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.